മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്നലെ ഉണ്ടായത് വെനസ്വേലയെ തകർത്തെറിഞ്ഞ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടാണ്. ഇതിനകം ഈ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 1000-ഓട് അടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. 3600-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി ചികിത്സയിലുണ്ട് എന്നുള്ള വിവരമുണ്ട്. ആ രാജ്യം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്ന പശ്ചാത്തലമാണ്. പ്രത്യേകിച്ചും ഈ അതിൻ്റെ ഭൂകമ്പം ഉണ്ടാകാനുള്ള എല്ലാ തരത്തിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നമുള്ള ഒരു സ്ഥലത്താണ്, അത്തരത്തിലൊരു കോറിലാണ് ഈ വെനസ്വേല എന്ന രാജ്യം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഏതാണ്ട് 51,000-ഓളം ആളുകളെ കാണാതായി എന്ന് റിപ്പോർട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ജനങ്ങളെ സഹായിക്കാൻ ഓപ്പറേഷൻ ഇന്ത്യയുടെ പ്രത്യേക സംഘം, അത് ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിലാണ് ഇന്ത്യ അടിയന്തര സഹായം എത്തിച്ചു തുടങ്ങിയത്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, വല്ലാത്തൊരവസ്ഥയാണ്. ഒരു രാജ്യം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു തരിപ്പണമായ ഒരു പശ്ചാത്തലം, അത് അതീവ സങ്കടകരമായ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ. രക്ഷാപ്രവർത്തനം സുഗമമല്ല, തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. എന്താണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോഴുണ്ടായ ഭൂകമ്പത്തിൽ നിന്ന് വെനസ്വേല കരകയറാൻ ഒരുപാട് കാലമെടുക്കും എന്നുള്ളതാണ് വസ്തുത. ഇതുവരെ ബുധനാഴ്ച വൈകിട്ടാണ് വെനസ്വേലയെ നടുക്കിയ 2 ഭൂചലനങ്ങളുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.2-ഉം 7.5-ഉം രേഖപ്പെടുത്തിയതായിരുന്നു അതിതീവ്രമായ ഈ ഭൂചലനങ്ങൾ. ഇതിൽ ഇപ്പോൾ മരണസംഖ്യ 920-നോടടുക്കുന്നു. ഇത് 6 മണിക്കൂർ മുൻപ്, അതിനുശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 920-ഓടാണ് മരണസംഖ്യ അടുക്കുന്നത്. 1,00,000-ഓളം പേരെ കാണാതായിരിക്കുന്നു. അതായത് 1,00,000-ഓളം പേരെ കാണാതായി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ വെനസ്വേലയ്ക്ക് ലോകരാജ്യങ്ങൾ സഹായം എത്തിക്കുന്നുണ്ട്. ഈ ഭൂകമ്പത്തെ തുടർന്ന് തകർന്നു വീണ കെട്ടിടങ്ങൾക്കടിയിൽ ആയിരങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി തിരച്ചിൽ തുടരുകയാണ്. അന്താരാഷ്ട്ര സഹായവും ഇതിന് ലഭിക്കുന്നുണ്ട്. ദുരന്തമുണ്ടായി 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ അതിനിർണായകമാണ്. കാരണം ഇതിനിടയിൽ ആണ് രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ ഫലവത്താകുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തകർ പറയുന്നത് ഭക്ഷണവും മറ്റ് സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള, വെള്ളമടക്കം കിട്ടുന്ന കെട്ടിടങ്ങൾക്കുള്ളിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നേരം, കുറച്ചുകൂടി ദിവസങ്ങൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിലെ എത്രത്തോളം ഈ വലിയ ഒരു ആഘാതമായതുകൊണ്ട് തന്നെ എത്രത്തോളം ഫലപ്രദമാകും ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വലിയ സഹായം വെനസ്വേലയ്ക്ക് എത്തുന്നുണ്ട്. പക്ഷേ വടക്കൻ വെനസ്വേലയിലാണ് ഈ കൂടുതൽ നാശമുണ്ടായിട്ടുള്ളത്. ആളുകൾ ഉറ്റവരെ തേടി അലയുന്ന കാഴ്ച ഇപ്പോഴും അവിടെ കാണാം. പലപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കരച്ചിലുകളും നിലവിളികളും കേൾക്കാം. പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും നീക്കി വേണം ഇവരുടെ അടുത്തേക്ക് എത്താൻ. സുരക്ഷിതമായി അവരെ പുറത്തെത്തിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു കൈക്കുഞ്ഞിനെ വെനസ്വേലൻ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ സുരക്ഷിതമായി പുറത്തെടുത്തിരുന്നു. ഈ വിക്ടിംസായ ആൾക്കാർക്ക് ഭക്ഷണം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നൽകി വരുന്നതായി ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളും സഹായം നൽകുന്നുണ്ട്. ഇതിൽ അവർ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടായി സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തൊരു രാജ്യം കൂടിയാണ് വെനസ്വേല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഏറെ സമയമെടുക്കും. ആശയവിനിമയ ബന്ധവും ഇവിടെ തകരാറിലാണ്. ഇന്റർനെറ്റ്, വൈദ്യുതിയൊക്കെ പുനഃസ്ഥാപിക്കാൻ ഒരുപാട് ദിവസങ്ങളെടുക്കും. രാജ്യത്തെ 6.76 മില്യൺ ആളുകളെയാണ് ദുരന്തം ബാധിച്ചതെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിൽ 2 മില്യൺ തന്നെ തലസ്ഥാനമായ കാരക്കാസിലാണ്. അവിടെയാണ് വലിയ ആഘാതമുണ്ടായിട്ടുള്ളത്. പലരും 2 ദിവസമായി പൊതു ഇടങ്ങളിലൊക്കെയാണ് അന്തിയുറങ്ങുന്നത്. ആളുകൾ ഭയപ്പാടിലാണ്. അവർ തുടർ ചലനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ കൂടിയാണ്. ഈ വെനസ്വേലയ്ക്ക് സഹായവുമായി ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിലാണ് ഇന്ത്യ വെനസ്വേലയ്ക്ക് അടിയന്തര സഹായം എത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 41 അംഗ ടീമാണ് വെനസ്വേലയിലേക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത്. രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്നതാണ് ഈ സംഘം. IAF C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലായാണ് ഇന്ത്യ വെനസ്വേലയ്ക്ക് സഹായം എത്തിച്ചിട്ടുള്ളത്. എല്ലാ സഹായവും ഇന്ത്യ വെനസ്വേലയ്ക്ക് തുടർന്നും വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. 60 പാരാഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നുള്ള 9 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള 41 അംഗ വിദഗ്ധ സംഘമാണ് ഇന്ത്യയുടെ ഈ വിമാനത്തിൽ വെനസ്വേലയിലേക്ക് പോയിട്ടുള്ളത്. ഒപ്പം തന്നെ 2 ഭീഷ്മ ക്യൂബ് പോർട്ടബിൾ ഹോസ്പിറ്റലുകളും വെനസ്വേലയ്ക്ക് ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. മെക്സിക്കോ, US, സാൽവഡോർ,
സ്വിറ്റ്സർലൻഡ്, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളും മെക്സിക്കോയ്ക്ക് അടിയന്തര സഹായം എത്തിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകരെയും മെഡിക്കൽ ഉപകരണങ്ങൾ, മെഡിക്കൽ വിദഗ്ധരെയും അടക്കം ഇവർ ഈ രാജ്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അമേരിക്ക കഴിഞ്ഞ ദിവസം സാമ്പത്തിക സഹായവും വെനസ്വേലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരമാണ് നമുക്കറിയാം വെനസ്വേലയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായത്. 300-ലേറെ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നടിയുകയും അതിൻ്റെ ഇരട്ടി വീടുകളടക്കം തകർന്നു വീഴുകയും ചെയ്തിരുന്നു. ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇത് പുനർനിർമ്മിക്കാൻ ഏറെ നാൾ വേണ്ടിവരും. സങ്കീർണമായൊരു രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യം കൂടിയാണ് വെനസ്വേല. നമുക്കറിയാം 2026 ജനുവരിയിലാണ് വെനസ്വേലയുടെ പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡുറോയെ തടവിലാക്കുകയും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇടക്കാല പ്രസിഡന്റായിട്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും അനുഭവപ്പെടുന്ന ഈ രാജ്യത്ത് ഇപ്പോഴുണ്ടായ ഭൂകമ്പം ഇതിൻ്റെ ഒരു ആഘാതം കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിനിടയിലാണ് വെനസ്വേലയെ പിടിച്ചുലച്ചിട്ടുള്ള 2 തുടർ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും 2 തുടർ ഭൂകമ്പങ്ങൾ. രണ്ടാമത്തെ ഭൂകമ്പം ആദ്യത്തേതിനേക്കാളും ശക്തമായ ഭൂകമ്പമായിരുന്നു. അത് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കി. നേരത്തെ പാർവതി പറഞ്ഞ പോലെ അമേരിക്കയുടെ ഇടപെടലിൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ പോലും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. വെനസ്വേലിയൻ എണ്ണയിലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ്. ഇപ്പോൾ ആ എണ്ണ മറ്റ് പല ലോകരാജ്യങ്ങളും വാങ്ങണമെന്നൊക്കെയുള്ള നിർബന്ധം അമേരിക്ക പിടിക്കുന്നത് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് രാജ്യങ്ങളെ പോലെ ഭൂകമ്പം പ്രവചിക്കാനുള്ള സംവിധാനങ്ങളൊന്നും, ആധുനിക സംവിധാനങ്ങളൊന്നും വെനസ്വേലയ്ക്കില്ല. ഇത്ര വലിയ ഭൂകമ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു രാജ്യമായിട്ട് പോലും ആ സംവിധാനം അവർക്കില്ല. അത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല, ജനങ്ങൾക്ക് ആ കെട്ടിടങ്ങളിൽ നിന്ന് മാറാൻ സാധിച്ചില്ല. അതാണ് മരണസംഖ്യ ഇത്രയധികം വർദ്ധിക്കാൻ കാരണമായത്.